നമസ്കാരം. ഇന്ന് ഉത്രാടം. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. സദ്യയ്ക്കുള്ള സാധനങ്ങളും പുതുവസ്ത്രങ്ങളും പൂക്കളും വാങ്ങാനുള്ള തിരക്കിലാണ് ജനങ്ങൾ. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കാട്ടൂരിൽ ഓണാഘോഷത്തിനെത്തിയ വിദ്യാർത്ഥി കാൽ വഴുതി കുളത്തിൽ വീണ് മരിച്ചു. കയ്പമംഗലം ഗ്രാമലക്ഷ്മി സ്വദേശി കിളിക്കോട്ട് സിദ്ധാർത്ഥന്റെ മകൻ 16 വയസ്സുള്ള നിഖിലാണ് മരിച്ചത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് ബെന്നി ബെഹനാൻ MP പ്രൊജക്ട് ഡയറക്ടറെ വിളിച്ചു വരുത്തി ബെന്നി ബെഹനാൻ MP ചർച്ച നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് വർദ്ധിച്ചത് പവന് 320 രൂപ. ഒരു പവൻ സ്വർണത്തിന്റെ വില 54,920 രൂപയായി. വാർത്തകൾ വിശദമായി. കാട്ടൂരിൽ ഓണാഘോഷത്തിനെത്തിയ വിദ്യാർത്ഥി കാൽ വഴുതി കുളത്തിൽ വീണ് മരിച്ചു. കാട്ടൂർ പോംബെ സെന്റ് മേരീസ് സ്കൂളിലെ +1 വിദ്യാർത്ഥി കയ്പമംഗലം ഗ്രാമലക്ഷ്മി സ്വദേശി കിളിക്കോട്ട് സിദ്ധാർത്ഥന്റെ മകൻ 16 വയസ്സുള്ള നിഖിലാണ് കുളത്തിൽ വീണ് മരിച്ചത്. സ്കൂളിൽ ഓണാഘോഷമായിരുന്നു വെള്ളിയാഴ്ച. ഇതിനിടെയാണ് സ്കൂളിന് സമീപത്തുള്ള കുളത്തിലേക്ക് നിഖിലും സഹപാഠികളും കുളിക്കാൻ പോയത്. നീന്തലറിയാത്ത നിഖിൽ കരക്കിരിക്കുകയായിരുന്നു. ഇതിനിടെ കാൽ വഴുതി നിഖിൽ കുളത്തിലേക്ക് വീഴുകയായിരുന്നു. രക്ഷപ്പെടുത്താൻ മറ്റു വിദ്യാർത്ഥികൾ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. വലിയ വലിപ്പവും ആഴവും ഉള്ളതാണ് കുളം. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും കാട്ടൂർ പോലീസും ഏറെ നേരം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഉച്ചതിരിഞ്ഞ് 5 മണിയോടെ മൃതദേഹം കണ്ടെത്തിയത്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂർ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് NHAIയുടെ പ്രൊജക്ട് ഡയറക്ടറെ വിളിച്ചുവരുത്തി ബെന്നി ബെഹനാൻ MP ചർച്ച നടത്തി. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് വേണ്ടതെന്ന് MP അറിയിച്ചു. കൊടുങ്ങല്ലൂർ റെസ്റ്റ് ഹൗസിലായിരുന്നു ഉദ്യോഗസ്ഥരും കർമ്മസമിതി പ്രവർത്തകരും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും ബെന്നി ബെഹനാൻ MPയുമായി ചർച്ച നടത്തിയത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് വേണ്ടതെന്ന് MP അറിയിച്ചു. അതിനുവേണ്ട മാറ്റങ്ങൾ പ്ലാനിൽ ഉണ്ടാകണമെന്നും അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും ശ്രമിക്കുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. തുടർന്ന് ദേശീയപാത സംഭവസ്ഥലം PDയും ഉദ്യോഗസ്ഥരും കർമ്മസമിതി പ്രവർത്തകരും MPയോടൊപ്പം സന്ദർശിച്ച് ജനങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കി കൊടുത്തു. PD അൻസുൽ ഹസൻ, ബിനു ശിവാലയ, കർമ്മസമിതി പ്രവർത്തകരായ KK അൻസാർ, OG വിനോദ്, PG നൈജി, ഡോക്ടർ ഷാജി, സുരേഷ് കുമാർ, പൊതുപ്രവർത്തകരായ ES സാബു, KP സുനിൽകുമാർ, VM ജോണി, PV രമണൻ, സനിൽ സത്യൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാള ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ടവരുടെ വീടുകളിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ ബിജു, സ്ഥിരം സമിതി അധ്യക്ഷരായ സിനി ബെന്നി, നബീസത്ത് ജലീൽ, മറ്റു പഞ്ചായത്ത് അംഗങ്ങളായ പ്രീജ സലീം, KV രഘു, ലിസി സേവിയർ, സാബു പോൾ എന്നിവർ പങ്കെടുത്തു. 36 നമുക്ക് തുടക്കത്തിൽ 43 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ കുറച്ച് പേരെ നമുക്കതിൽ നിന്നും അവർക്ക് മരിച്ചു പോവുകയും ഇവിടുന്ന് സ്ഥലം മാറി പോവുകയും അങ്ങനെ കുറച്ച് പേരെ നമുക്ക് ഒഴിവാക്കേണ്ടതായി വന്നു. ഇപ്പം നിലവിൽ 36 പേരാണുള്ളത്. ആ 36 പേർക്കുള്ള കിറ്റുകളാണ് നമ്മൾ ഇന്ന് ഓണത്തിൻ്റെ ഇതായിട്ട് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നെടുത്ത് ചിലവഴിക്കാനുള്ള ഓർഡർ അനുസരിച്ച് ഇന്നലെ തന്നെ ആ കിറ്റുകൾ നമ്മൾ ശരിയാക്കി ഇന്ന് നമുക്ക് രാവിലെ ആ കിറ്റുകൾ പഞ്ചായത്തിലേക്ക് എത്തിച്ചു. എല്ലാ മെമ്പർമാരെയും അറിയിക്കുകയും ഉണ്ടായിരുന്നു. അതുകൂടാതെ എല്ലാ മാസവും കളക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കൂളുകൾ, ഹോളി ഗ്രേസ് സ്കൂള്, അതുപോലെ രാജു ഡേവിസിൻ്റെ സ്കൂള്, പഴുക്കര സ്കൂൾ, ഇങ്ങനെ സ്കൂളുകൾ എല്ലാ മാസം കൃത്യമായിട്ട് അവർക്ക് കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. ക്ഷേത്രമുറ്റത്ത് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ മിനി ഉദ്ഘാടനം ചെയ്തു. RI മീര, ദേവസ്വം ഓഫീസർ വേണുഗോപാൽ, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ, സെക്രട്ടറി ബിബിൻ ബാലൻ, ട്രഷറർ രാജൻ, എമിൽ കുമാർ, MC ഗിരീഷ്, KS സുനിൽ, KS ശിവറാം, രവീന്ദ്രനാഥ്, മുരളീധരൻ, ഉപേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ നിറപ്പകിട്ടോടെ ഓണം ആഘോഷിച്ചു. പ്രിൻസിപ്പൽ ഷൈനി KG ഓണസന്ദേശം നൽകി. SN മിഷൻ ചെയർമാൻ ED ദിവാകരൻ, വൈസ് ചെയർമാൻ ES രാജൻ, സെക്രട്ടറിയും മാനേജറുമായ ദീപക് സത്യപാലൻ, ട്രഷറർ KK സിദ്ധാർത്ഥൻ, വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ P മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണസദ്യയും വിവിധ കലാപരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി.
സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു. ഇന്ന് പവന് 320 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 54,920 രൂപയായി. ഗ്രാമിന് 40 രൂപ കൂടി 6,865 രൂപയായി. കഴിഞ്ഞ ദിവസമാണ് വില 1000 രൂപയോളം കൂടിയത്. 960 രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില 54,600 രൂപയിൽ എത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കാട്ടൂരിൽ ഓണാഘോഷത്തിനെത്തിയ വിദ്യാർത്ഥി കാൽ വഴുതി കുളത്തിൽ വീണ് മരിച്ചു. കയ്പമംഗലം ഗ്രാമലക്ഷ്മി സ്വദേശി കിളിക്കോട്ട് സിദ്ധാർത്ഥന്റെ മകൻ 16 വയസ്സുള്ള നിഖിലാണ് മരിച്ചത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് ബെന്നി ബെഹനാൻ MP പ്രൊജക്ട് ഡയറക്ടറെ വിളിച്ചു വരുത്തി ബെന്നി ബെഹനാൻ MP ചർച്ച നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു. ഇന്ന് വർദ്ധിച്ചത് പവന് 320 രൂപ. ഒരു പവൻ സ്വർണത്തിന്റെ വില 54,920 രൂപയായി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.